ആലപ്പുഴ കായംകുളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ഗുണ്ടാക്രമണം. 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. 6 അംഗ സംഘത്തിലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയവർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷനിലുള്ള പമ്പിലെത്തിയ യുവാക്കൾ 50 രൂപയ്ക്ക് പെട്രോൾ ആവശ്യപ്പെട്ടു. ഇന്ധനം നിറച്ച ശേഷം പണമില്ലെന്ന് പറയുകയും ജീവനക്കാരുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷം പിരിഞ്ഞുപോയ യുവാക്കൾ മടങ്ങിയെത്തി ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ജീവനക്കാർ പറയുന്നത് ഇവര് ഈ പറഞ്ഞ പോലെ ലഹരിക്ക് അടിമകളായിട്ടുള്ള ചെറുപ്പക്കാരാണെന്നാണ്. നിരവധി 2-3 തവണ ഇവർ തന്നെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബുദ്ധിമാന്ദ്യമൊക്കെ സംഭവിച്ച പോലുള്ള ഒരു പയ്യൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ പയ്യനെ അവനെ ഒരു ദിവസം വന്ന് തല്ലുമറ്റോ ചെയ്തു. ഇവിടെ സ്ത്രീകളെ ഇവിടെ അമര്യാദയായി പെരുമാറുക, ഇതെല്ലാം ഇപ്പൊ എല്ലാ പെട്രോൾ പമ്പുകളിലും നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപും ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും പ്രതികൾ ലഹരിക്കടിമയാണെന്നും പമ്പ് ഉടമ. നമ്മൾ വലിയ ക്യാമ്പയിൻ ഈ സംസ്ഥാനം മുഴുവൻ നടക്കുകയാണ്, മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ. ആ സമയത്ത് തന്നെ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ അത് സാധാരണ തൊഴിലാളികളെയൊക്കെ ആത്മവിശ്വാസത്തെ തകർക്കും. രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ഗുണ്ടാഭീഷണി പതിവാണെന്ന് ജീവനക്കാർ പറയുന്നു. 6 അംഗ സംഘമാണ് അക്രമം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ ഒളിവിലാണ്. മുൻപ് ഇടുക്കിയിൽ അന്വേഷണത്തിനെത്തിയ കായംകുളം പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതി മുനീറും സംഘത്തിൽ ഉൾപ്പെടുന്നു. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കരിയിലക്കുളങ്ങര പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, ആലപ്പുഴ.